ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. ഭോപ്പാലിലെ ലാബിൽ നടത്തിയ സാമ്പിൾ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. ആലപ്പുഴയിലെ 8 പഞ്ചായത്തുകളിലും കോട്ടയത്തെ 3 വാർഡുകളിലുമാണ് രോഗം കണ്ടെത്തിയത്. നെടുമുടിയിൽ കോഴികൾക്കും മറ്റുള്ളിടത്ത് താറാവിലുമാണ് രോഗം കണ്ടെത്തിയത്. മൃഗസംരക്ഷണ വകുപ്പ് പരിശോധനാ ഫലം ലഭിച്ചതോടെ അടിയന്തര നടപടികൾക്ക് നിർദ്ദേശം നൽകി. വിവരങ്ങൾ സുധീഷ് ഗോപാൽ നൽകും. സുധീഷ്, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സംസ്ഥാനത്ത് പക്ഷിപ്പനി വില്ലനായി എത്തുകയാണ്. ഇടവേളയ്ക്ക് ശേഷം അതും ക്രിസ്മസ് പടിവാതിക്കൽ എത്തി നിൽക്കെ പക്ഷിപ്പനി വീണ്ടും സ്ഥിരീകരിച്ചിരിക്കുന്നത് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് താറാവ് കർഷകർക്കും മറ്റുമുള്ളത്. ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ 8 പഞ്ചായത്തുകളിലാണ്. അത് കുട്ടനാട്ടിലെ നെടുമുടി, അതിനു പുറമെ കാർത്തിയപ്പള്ളി, ചെറുതന, കരുവറ്റ, അതിനു പുറമെ അമ്പലപ്പുഴ തെക്ക്, പുന്നപ്ര തെക്ക്, പുറക്കാട് പഞ്ചായത്തുകളിലുമാണ് ഇപ്പോൾ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇത് ഭോപ്പാലിലെ ലാബിൽ നടത്തിയ പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേരുകയാണ്. വെറ്റിനറി ഡോക്ടർമാരുടെയും മറ്റും നേതൃത്വത്തിൽ. അതിനുശേഷം ഏത് രീതിയിൽ ഇതിനെ നേരിടണം, ഏത് രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവും. ഇപ്പോൾ അത്തരം സംബന്ധിച്ച് ഇതുവരെയും നിർദ്ദേശങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിൽ പോലും ഭോപ്പാലിലെ ഫലം അറിഞ്ഞതോടെ ആലപ്പുഴ ജില്ലാ നേതൃത്വത്തിനടക്കം, ജില്ലാ ഭരണകൂടത്തിനടക്കം ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകി അടിയന്തരമായി പ്രതിരോധ നടപടികൾ സ്വീകരിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ കളക്ടറേറ്റിൽ ഇപ്പോൾ യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് വീണ്ടും ഭീഷണിയായി പക്ഷിപ്പനി സ്ഥിരീകരിക്കുന്നു. ആലപ്പുഴ, കോട്ടയം ജില്ലകളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. സുധീഷ് ഗോപാലാണ് വിവരങ്ങളുമായി ചേർന്നത്. ഇനി